ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോമോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ലസ്സി ആട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ലസ്സിയാണ്. അങ്ങനത്തെ 6 ലസ്സിയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടി കാണുന്ന ബെല്ലൈക്കൺ ഞെക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ടപ്പേന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഞാൻ 6 ഫ്ലേവറിൻ്റെ ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പൂവമ്പഴം, പിന്നെ അതെ ആപ്പിള്, പിന്നെ മൊസോമ്പി മാതള നാരങ്ങയില്ല അത് കേട്ടോ. പിന്നെ 2 പച്ചക്കറി ആയിട്ട് ഇതേ തക്കാളിയും പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിന് വേണ്ടി ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ലസ്സിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈര് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കട്ടോ. പഞ്ചസാര ഓരോരുത്തരുടെയും ഇഷ്ടം വേറെ വേറെ ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 ഗ്ലാസ് തൈര് എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് അതിനകത്ത് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചോക്ലേറ്റ് ലേസി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ സൈഡൊക്കെ ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഓറിയോ ബിസ്ക്കറ്റും പൊടിച്ചിടാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചോക്ലേറ്റ് ലസ്സി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബനാന ലസ്സി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടി 2 ഗ്ലാസ് തന്നെയായിട്ടാണ് ഞാൻ എടുക്കുന്നത് തൈര്. എന്നിട്ട് നമുക്ക് അതിനകത്ത് ബനാന മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിക്കണേക്കാൾ മുമ്പ് ഞങ്ങളിവിടെ ഫുഡ് കളർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, പച്ച കളറാട്ടോ. അത് ഗ്ലാസിൻ്റെ സൈഡിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സാധനം അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 2 പീസ് പഴം അതിനകത്ത് ഡെക്കറേഷനായിട്ട് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബനാന ലസ്സി റെഡി ആയി. നമുക്ക് ആപ്പിൾ ലസ്സി ഉണ്ടാക്കാം. അതിന് ആപ്പിൾ ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് തൈരിനകത്ത് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഏലക്കായ ഇട്ടാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആപ്പിൾ ലസ്സി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വെറൈറ്റി ലസ്സി കേട്ടോ, തക്കാളി ലസ്സി കേട്ടോ. അത് ആദ്യമായിട്ട് ഇതുവരെ ആരും ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ടെസ്റ്റ് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തക്കാളി ലസ്സി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. സത്യം പറഞ്ഞ് ഇതിന് മുമ്പ് ചെയ്തതിൻ്റെ അത്ര ഒന്നും ടേസ്റ്റ് ഈ തക്കാളി ലസ്സിക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി മാതളം വെച്ച് ലസ്സി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആദ്യം തന്നെ അതിൻ്റെ കുരു നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് തൈര് അതിനകത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് മാതളത്തിൻ്റെ കുരു നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട് ഇട്ട് വെക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി ക്യാരറ്റ് ലസ്സി ഉണ്ടാക്കാം കേട്ടോ. ക്യാരറ്റ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് തൈരിനകത്ത് ഏലക്കായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാരറ്റ് ലസ്സി റെഡി ആയിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിലാട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തക്കാളി ലസ്സി മാത്രമാണ് കുറച്ച് പ്രതീക്ഷിച്ച അത്ര റിസൾട്ട് കിട്ടാതിരുന്നത്. ബാക്കിയൊക്കെ ലസ്സി നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 1 ലസ്സി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി കുടിക്കാൻ പോകാട്ടോ. ഒരു സാധനമാണ്, സൂപ്പർ സാധനം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അതേ രുചിയിൽ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയേക്കണം. നല്ല സാധനം എന്ന് പറഞ്ഞാൽ നല്ല സാധനം. പഞ്ചസാരയുടെ അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ അടി കാണുന്ന ബെല്ലൈക്കൺ ഞെക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഇനി കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്.